ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉരുളക്കിഴങ്ങും പിന്നെ വഴുതനങ്ങയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓള് തന്നെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. എടോ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു 2 വഴുതനങ്ങ എടുത്തതാണ് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിന് ചില നാട്ടിൽ കത്തിരിക്ക എന്ന് പറയും, വഴുതനങ്ങ എന്ന് പറയും. നമ്മുടെ ഇവിടെ കൂടുതലും വഴുതനങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കത്തിരിക്കയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ എല്ലാം ഒന്ന് ഈ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ടേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ടേ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ എന്നിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കണക്കൊന്ന് ഇളക്കി ഇട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ദാണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ. നമ്മൾ ഈ പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാവേ. എൻ്റെ കയ്യിലുള്ളത് ഒരു വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 2 എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അത്യാവശ്യം ഒന്ന് വെന്ത് വരണം, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അത്രേ ഉള്ളൂ. അല്ലാതെ കളർ ഒന്നും മാറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അതും ഇനി ഈ തക്കാളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വേണ്ട ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവുകയെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നല്ല എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ. അത് ദാണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്തില്ലേ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കാവേ. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ കത്തിരിക്ക ഉണ്ടല്ലോ, നമ്മുടെ വഴുതനങ്ങ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ.
അപ്പോൾ ദാണ്ട ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങയിലും ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ശരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഈ കറിക്ക്. അപ്പൊ ഒരു 1.5 കപ്പോളം തൈരാണ് ചേർക്കുന്നത്. ഈ തൈര് നന്നായിട്ട് അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ ഈ തൈര് നല്ല പുളിപ്പ് കുറഞ്ഞ തൈര് വേണം കേട്ടോ ഇതിന് യൂസ് ചെയ്യാൻ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർക്കുന്നതിന് മുന്നേ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം കേട്ടോ. പിന്നെ തൈര് ഇപ്പം മിക്സ് ചെയ്യാനും പാടില്ല. നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. അതാണ് അതിൻ്റെതായ ഒരു രീതി. അപ്പോൾ അതാണ് ഇതുപോലെ എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.